നാദാപുരം തൂണേരിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനായ ഷിബിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ വെറുതെ വിട്ടത് ചോദ്യം ചെയ്തുള്ള അപ്പീലിൽ ഹൈക്കോടതി വിധി പറയും. എരഞ്ഞിപ്പാലത്തെ സ്പെഷ്യൽ അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള 3 ഹർജികളിലാണ് വിധി പറയുക. ഇതിൻ്റെ വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നു. ഉമേഷ്, കീഴ്ക്കോടതി വിധിക്കെതിരായിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എപ്പോഴാണ് ഈ കേസ് പരിഗണിക്കുക? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പത്തേക്കാലം തന്നെ കേസിൽ വിധി വരും. അല്പസമയത്തിനകം ഈ കേസിൽ വിധി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസിൽ വിധി പറയുന്നത്. ജസ്റ്റിസ് ടി.വി. സുരേഷ് കുമാർ, ജസ്റ്റിസ് പ്രദീപ് കുമാർ ഇവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഈ അപ്പീലുകളിൽ വിധി പറയുന്നത്. ഈ തൂണേരി ഷീബിൻ എന്ന് പറയുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിൽ 17 മുസ്ലിം ലീഗ് പ്രവർത്തകരായ 17 പേരാണ് ഇതിൽ പ്രതി ചേർത്തിരുന്നത്. എന്നാൽ ഈ മുഴുവൻ പേരെയും വിട്ടുകൊണ്ട് 2016 അഡീഷണൽ സെഷൻസ് കോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു. ഇതിനെതിരെ ഷിബിന്റെ പിതാവ് ഭാസ്കരൻ, ഒപ്പം സർക്കാർ, ഒപ്പം ഈ ഷിബിനൊപ്പം അന്ന് പരിക്കേറ്റവർ എന്നിങ്ങനെ 3 കൂട്ടരുടെ അപ്പീലുകളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നത്. ഈ അപ്പീലുകൾ കോടതി വിശദമായ വാദം കേട്ടു. ഈ സെഷൻസ് കോടതിയുടെ ഉത്തരവ് അത് മുഴുവൻ തെളിവുകളും പരിശോധിക്കാതെയാണ്, സാക്ഷിമൊഴികൾ കണക്കിലെടുത്തില്ല. അതുകൊണ്ട് ഇക്കാര്യങ്ങൾ പരിഗണിച്ച് ഈ സെഷൻസ് കോടതി വിധിയെ റദ്ദാക്കി പ്രതികൾക്ക് ശിക്ഷ നൽകണം എന്നുള്ളതാണ് വാദിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇതിൽ ഡിവിഷൻ ബെഞ്ച് വിധി പറയും. 2016 ഇത്തരത്തിൽ വിധി വന്നിരുന്നത്. അത് മാത്രമല്ല, ഈ 17 പേർക്ക് എതിരെയും ഉള്ള നടപടികൾ കൃത്യമായിരുന്നു. പക്ഷേ കോടതി എന്തടിസ്ഥാനത്തിലാണ് ഇവരെ വെറുതെ വിടുന്നത്? ഇതടക്കമുള്ള കാര്യങ്ങൾ ഹർജിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഒപ്പം സംസ്ഥാന സർക്കാരും ശക്തമായി ഇതിന് അനുകൂലമായി, അതായത് ഈ അപ്പീലിൽ അനുകൂലമായി രംഗത്തെത്തുന്നുണ്ട് അല്ലേ ഉമേഷ്? അത് മാത്രമല്ല, 10 കാലോടുകൂടിയാണോ ഈ കേസ് പരിഗണിക്കുന്നത്? അതെ, ഇത് 2015 ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. 2015 ജനുവരി 22 രാത്രിയിലാണ് ഈ നാദാപുരത്തെ തൂണേരിയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകനായ ഷിബിനെ ഒരു സംഘം വാഹനത്തിലെത്തി ആക്രമിക്കുകയും വെട്ടി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തത്. ഷിബിനൊപ്പം മറ്റ് 6 പേർക്കെതിരെ അവരെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ വധശ്രമവും കൊലപാതകവും അടക്കം വിവിധ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് ഈ പ്രതികൾക്കെതിരെ പോലീസ് അന്ന് കേസെടുത്തത്. പിന്നീട് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. 1 വർഷം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് കോടതി ഈ പ്രതികൾക്കെതിരെ തെളിവില്ല എന്ന് കണ്ട് വെറുതെവിടുന്നത്. ഇത് അന്ന് CPM അടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത് കൃത്യമായ രീതിയിൽ ഈ ഒത്തുകളി ഉണ്ടായി എന്ന തരത്തിലൊക്കെ അന്ന് ആക്ഷേപം വന്നിരുന്നു. പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള വഴി ഒരുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതുകൊണ്ട് ആണ് ഇത്തരത്തിലൊരു വിധി ഉണ്ടായത്. കോടതിക്ക് മുമ്പാകെ മുഴുവനും തെളിവുകളും എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെയുള്ള ആക്ഷേപം അന്ന് ഉയർന്നിരുന്നു. എന്നാൽ കൃത്യമായ തെളിവുകളുണ്ട്, അതുകൂടി കണക്കിലെടുത്ത് വേണം ഈ അപ്പീലിൽ തീരുമാനമെടുക്കാൻ എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാരും ഒപ്പം ഷിബിന്റെ പിതാവും പരിക്കേറ്റ മറ്റുള്ളവരും കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഏതായാലും അതുകൂടി പരിഗണിച്ച കോടതി എന്താണ് ഇനി തീരുമാനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അധികം വൈകാതെ തന്നെ അതിൽ വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉമേഷാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.